സോ ഹേ ഗായ്സ്, എല്ലാവർക്കും നെവിൻ ഗെയിംസിൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സോ ഗൈസ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന മൈൻക്രാഫ്റ്റ് ആണ് ഗൈസ്. സോ ഗൈസ്, നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിൽ എടുക്കാം. ഇത് ഫസ്റ്റ് വേൾഡിൽ നിന്ന് മാത്രമാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും വേണം. നമ്മൾ ആർട്ടിക്സ് പാർട്ട് 7 6 അങ്ങനെയാണ്. ഞാനത് എൻ്റെ പ്രൊഫൈൽ 3 കൂടെ എഡിറ്റ് ചെയ്യണം. അതായത് എഴുതിയത് തെറ്റിപ്പോയ പാർട്ട് 7 ആണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഗോളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഐലൻഡൊക്കെ എക്സ്പ്ലോർ ചെയ്യുക, പിന്നെ പറ്റുമെങ്കിൽ ആ ലഷ്കേവിൽ പോയി ലാവ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോഴത്തേക്ക് ഞാൻ ടെക്സ്ചർ ഓഫ് ചെയ്ത് ഞാൻ ആ വാനിലാർട്ടി ഞാൻ പുതിയതായിട്ട് 2 ഷെയ്ഡറിനെടുത്ത് നിങ്ങൾ കാണുമായിരിക്കും. ഒരു ബിബ്ലിക് എന്ന് പറഞ്ഞിട്ടും പിന്നെ അല്ലാണ്ട് ഇത് കോസ്റ്റൽ വില്ലേജ് ഞാൻ ചുമ്മാ കളിച്ചാണ്. ബിബ്ലിക് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു വാനില RTX അത് രണ്ടും ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി എടുത്താണ്. രണ്ടും വലിയ രസമൊന്നുമില്ല. അപ്പോൾ പ്രൊസീഡ് അടിച്ചു കൊടുക്കാം. ഈ മറ്റേ റേ ട്രേസിങ് പോലത്തെ ഒരെണ്ണമൊക്കെ തപ്പിയതാണ് ഗൈസ്. എനിക്ക് റേ ട്രേസിങ്ങിൻ്റെ അത്ര ഉള്ളൊരു ഗ്രാഫിക്സ് ഇപ്പം എൻ്റെ ഉണ്ട്. പിന്നെ ഞാനില്ല ടോപ്പ് 3 ബെസ്റ്റ് റിയൽ സോഴ്സിൻ്റെ വീഡിയോ ഞാനത് ഷോർട്ടാക്കി എടുക്കും, പിന്നെ അല്ലാണ്ട് എടുക്കും. അതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. പിന്നെ ഇനിയിപ്പോൾ എൻ്റെ വീഡിയോസ് ഇനി വരുന്നത് ഇത് കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും. എക്സാമൊക്കെ ആയിട്ട് ഇതുണ്ട് ഗൈസ്. ഓക്കെ, നമുക്കിവിടെ റിസോഴ്സ് പാക്കിൽ അടയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ എവിടെയാണോ എന്തോന്ന് പോലും എനിക്കറിയാൻ മേല. ഞാനിപ്പോൾ നമ്മുടെ ലഷ്കേവിൻ്റെ ആ ഭാഗത്തായിട്ടാണ്, എവിടെയാണെന്ന് എനിക്കറിയില്ല. വീട്ടിലാവണം. എൻ്റെ വീട്ടിൽ ഒരു പരിപാടി ഞാൻ ഇതുവരെ എൻ്റെ വീട്ടിൽ ചെയ്ത് വെച്ചിട്ടില്ല. പക്ഷേ ഇതെന്ത് കഷ്ടമാണ്. ഇത് ഇത്രയും തന്നെ ചെയ്ത് വെച്ചിട്ടുള്ളൂ, വേറെ ഒന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്ത് വെച്ചിട്ടില്ല. ഇനിയിപ്പം ഞാൻ പോയിട്ട് ചെയ്യാൻ പോണ പരിപാടി ഇത് കണ്ടില്ലേ, ഈ ഒരു ഓവർലോക്ക് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവത്തില്ല എന്നെ സംഭവം പോലും. ഇപ്പം ഞാൻ ഇതങ്ങ് കണക്കട്ടാ. ഈ ഒരു ജസ്റ്റ് കയറുന്നിട്ട് ഈ ഐറ്റംസ് എല്ലാം എടുത്ത് ക്ലിയർ ചെയ്ത് വെച്ച് ഈ ഒരു കോബസ്റ്റോൺ ഇത്തിരി എടുത്തോട്ടെ. ഞാൻ 64 കോബസ്റ്റോൺ എടുത്തിട്ട് ഈ സ്റ്റിക്ക് എടുത്ത് ഇവിടെ പിടിച്ച് ഈ ഒരു 1 മിനിറ്റ് ഒരു പുതിയ പിക്കാക്സ് ഒരു ആക്സ് ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ എനിക്ക് ഫൈറ്റ് ചെയ്യാനായിട്ട് പിന്നെ വേറെ ഒന്നും കാണത്തില്ല. ഞാനിപ്പോൾ ഫുൾ ആർമറായിട്ട് മാത്രമേ പിന്നെ പോകുള്ളൂ. ഞാൻ എക്സ്ട്രാ ആർമറും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി ഒരു സ്റ്റിക്ക് എടുത്ത് ഇവിടെ വെക്കാം. ഈ ഒരു ഡോർ എടുത്ത് കൈ പിടിക്കുക. ഈ ലാഡറും കൂടെ ഇരിക്കട്ടെ. ഈ എപ്പിസോഡിൽ ബോട്ട് ക്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫസ്റ്റ് ബോട്ടാണ് ഞാൻ അന്ന് ക്രാഫ്റ്റ് ചെയ്ത് വെച്ചാൽ. എന്നാ ഡീവ്സിലായിട്ടാണ് ഞാൻ കണ്ടപ്പോൾ വിചാരിച്ച് മറ്റേ സാധനമായിരിക്കും. ഒബ്സിഡിയൻ ടെക്സ്ചർ പാക്കിൻ്റെ നൈറ്റല്ലേ ബാക്കി എനിക്ക് ഞാൻ ആ റീസ്പോണും കൂടെ അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, ഇനി കുഴപ്പമില്ല. ഈ ഒരു ദിവസത്തെ റീസ്പോൺ സെറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്കിനി ഒരു ഫാമൊന്നും അങ്ങനെ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. കാരണം ഇവിടെ നമുക്ക് നിരപ്പാക്കി എടുക്കണം. അത് മാത്രം അതിൻ്റെ മുകളിലൊക്കെ ഗ്ലാസ് ഫിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് ഞാൻ ഇത്തിരി പാടാണ് കയറി പോകാൻ ഇറങ്ങി പോകാനൊക്കെ. അപ്പോഴത്തേക്കും ഞാൻ ഈ ഒരു ഇതെടുത്ത് കൈ പിടിച്ചിട്ട് ഈ ലാഡർ കൈ പിടിച്ചിട്ട് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ചാൽ മതി. കണ്ടില്ലേ, ഇങ്ങനൊന്നും വായിച്ചാൽ മതി, സുഖമാണ്. ഈ ഒരു ഡോർ എന്ത് ഞാൻ കൈ പിടിച്ചതെന്ന് വെച്ചാൽ എനിക്കവിടെ ബ്ലോക്ക് വെക്കാതിരിക്കാൻ വേണ്ടിയാണ്. എനിക്ക് ഈ ഒരു ഇതിൻ്റെ യൂസ് ഇപ്പം എനിക്ക് തൽക്കാലത്തേക്കില്ല. പണി കിട്ടി ടോർച്ച് ഉണ്ടാക്കി കോരേണ്ടാണ് ഞാൻ ഇപ്പം അങ്ങോട്ട്. ഈ ലഷ്കേവ് ഞാൻ ഫുൾ എക്സ്പ്ലോർ ചെയ്തതാണ്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഈ ഒരു ഡേർട്ടാണ് ഞാൻ കൊണ്ട് കളയട്ടെ. എനിക്കൊരു ഡേർട്ടിൻ്റെ ആവശ്യം ഇപ്പോൾ ഒട്ടുമില്ല, അതുകൊണ്ട് ഈ ഡേർട്ട് ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ ഗ്ലോവർ എടുക്കായിരുന്നു. ഈ ഒരു ലഷ്കേവ് കണ്ടുപിടിച്ചാൽ നല്ല ഭാഗ്യമാണ്. പക്ഷേ
ഇവിടെ ഞാൻ ഡയമണ്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഇവിടെ അങ്ങനെ കണ്ടില്ല. പിന്നെ ആ താഴത്തോട്ട് ഇറങ്ങി പോകണം. അവിടെ ആണെങ്കിൽ ഇത്തിരി പ്രശ്നക്കാരൊക്കെ ഉണ്ട്. ഞാനവിടെ ചാവൂന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ട് അധികം ഒന്നും പോവാത്തത്. ഞാൻ ഈ ക്ലേ ബ്ലോക്ക് പൊട്ടിച്ചത് കയ്യിൽ ഇഷ്ടം പോലെ ക്ലേ ആണ് കിട്ടുന്നത്. ഇനി ഒരു ഡോറ് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സിമ്പിളായിട്ടത് ഈ വാക്സ് കൊണ്ടൊക്കെ പൊട്ടാറ വാക്സല്ലേ. ഇനി വ്യൂ എല്ലാം ചെക്ക് ചെയ്യണം. വ്യൂവിനൊന്നും വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. ഇനി ആക്സ് കൈപ്പിടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഫോർമേഷനുമായിട്ട് പോവാം. ഫോർമേഷൻ നമുക്ക് കുറേ ഉണ്ട്. ലാഗല്ല, ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയാൽ മതി. ഓക്കെ, ഇനി കുഴപ്പമില്ല. ഞാൻ 2 എണ്ണം ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇങ്ങോട്ടല്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പാത്തിന് വരെ ഇവിടെ നമുക്ക് പാത്തുണ്ടാക്കി വെച്ചാലോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്ലോക്കെല്ലാം എടുത്ത് ഇവിടെ വെക്കുക. ഞാൻ പോവുക. കുറേ എണ്ണം ഉണ്ട്. നമുക്ക് അവിടെ വെച്ച് ഇൻവെന്ററി എടുക്കാത്ത കാര്യം എന്ന് വെച്ചാൽ ഇതിന് മോസ് കബിൾ സ്റ്റോൺ തന്നെ വേണ്ട. മോസ് ബ്ലോക്കിൻ്റെ ഒരു ഇരിപ്പുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം മോസ് കബിൾ സ്റ്റോൺ. റീസ്പോൺ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വന്നുകൊണ്ടാണ് എൻ്റെ ഒരു ധൈര്യം. ഒരു ഭാഗം കേവായതുകൊണ്ടാണ്. ഈ ഒരു വഴിയിൽ ഇങ്ങനെ കോഫസ്റ്റ് വരയ്ക്കട്ടെ. അങ്ങോട്ടൊക്കെ വെളിച്ചം വെക്കാനായിട്ട് പാടാണ്. ഇവിടെ നല്ല ഇതാണ്. സ്വാമ്പി മാത്രം സ്കെലിറ്റം വന്നാലാണ് നമുക്ക് കുഴപ്പമുണ്ടാകും. കൂടുതൽ സീനായിട്ട് നിൽക്കി. ഓക്കെ, ഇവിടെയാണ് ആ ലാവട ഒക്കെ ഇരിക്കുമല്ലേ. ബോഷിച്ചെന്ന് പറഞ്ഞ ഓക്കെ, ഇതുപോലെ വെച്ചിട്ട് നമുക്ക് പുറകിലോട്ട് ഇറങ്ങിയിട്ട് ഈ ഒരു ഭാഗത്തും കൂടെ ബ്ലോക്ക് വെക്കാം. അവന്മാർ ശ്രദ്ധിക്കാതിരിക്കാനാണ് ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതാ ഈ ഒരു ഹോൾ അടച്ചേക്കാം. ഇവിടെ കൂടെ വീഴാനേ ഉള്ളൂ. പക്ഷെ മുടിഞ്ഞില്ലേ. എൻ്റെ ഇങ്ങോട്ട് വരില്ലേ. ഇങ്ങനെ കുനിഞ്ഞിന്ന് പോവാണെങ്കിൽ നമുക്കേ സ്ഥലത്തോട്ട് വീഴുകയില്ല. ഇല്ല, എൻഡർമാൻ്റെ കണ്ണിലോട്ട് ഞാൻ നോക്കാനായിട്ട് ജസ്റ്റ് മിസ്സായിരുന്നു ഗൈസ്. ഞാൻ നോക്കി, ഓൾമോസ്റ്റൊക്കെ ഞാൻ നോക്കി. ആ ഒരു ഷോർട്ട് എക്സ്പ്ലോറിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. പക്ഷെ എൻഡർമാൻ എന്നെയൊന്നും ചെയ്തില്ല. എന്നാന്ന് എനിക്കറിയില്ല. ലക്കെന്നാണ് ഗൈസ്. അല്ലെങ്കിൽ ഞാൻ എപ്പോൾ അടിച്ചെന്ന് ചോദിച്ചാൽ മതി. ഓ, ഇവിടെ ആണ് ലാവ.
അപ്പോഴത്തേക്ക് ഞാനിവിടെ ഈ ഒരു ഇതെടുത്ത് പൊട്ടിച്ചിട്ട് ഈ ഒരു ബക്കറ്റ് ഇവിടെ വെച്ചിട്ട് ഇവിടെ ഈ ഒരു മോസ് ബ്ലോക്ക് വെച്ച് ഇവിടെ ഒരു ബ്ലോക്ക് വെക്കുക. ഈ ഒരു മൂട് കൂടെ അങ്ങ് മൂടി പിടിക്കുക. ഇപ്പോൾ എക്സ്ട്രാ സേഫ് ആയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഫോർമേഷൻ കിട്ടുന്നത് എനിക്ക് ആ ഒരു ഭാഗത്തോട്ടാണ് പൊസിഷൻ കിട്ടുന്നത്. ഫോർമേഷനൊക്കെ നേരെ ഇവിടെ നിന്ന് ഡയറക്റ്റ് ഇവിടെ നിന്ന് സീലില്ല, കാരണം ഇതൊന്നും അടിഭാഗമല്ല. അയ്യോ ഉണ്ട്, കുനിഞ്ഞിരുന്ന് പോവാം. ഒരു ബ്ലോക്ക് ഇങ്ങനെ വെച്ചിട്ട് സ്കെൽട്ടൻ നമ്മൾ നേരെ എയിം ചെയ്യും. ഇത് അയ്യോ അവിടെയാ ലാവ. ഈ ഒരു ബ്ലോക്ക് കൈ പിടിച്ചിട്ട് കൈ പിടിക്ക. സ്നീക്കാണല്ല. ഓ സേഫ്. ഇനി ഇവിടെ അങ്ങ് മൂടാം. ഇപ്പം അവന്മാർ ശ്രദ്ധിക്കില്ല. അങ്ങനെ ഈ ഒരു എപ്പിസോഡിൽ എനിക്ക് രാവ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ലക്കായിരിക്കും. ഒറ്റ ബ്ലോക്ക് ലാവേളം തോന്നണ്. ലാവ സ്പ്രെഡ് ആവുകയാണെങ്കിൽ സീനായിരിക്കും. അത് കാരണം ഈ ബ്ലോക്ക് പൊട്ടിക്കണ്ട. ഇത് കണക്ഷൻ വെച്ചാൽ മതി. കണക്ഷന് നമുക്കിവിടെ റീച്ച് ആവാൻ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടു ഗൈസ്. ലാവ എടുത്ത് ഞാൻ പോണില്ല. പോടെ പെട്ട് ഗൈസ്. നീക്കടായിട്ട് നമുക്ക് ലാവ ആവല്ലേ. ഞാൻ ഈ സൈഡിൽ ഫേസ്ബുക്കിലെ ലാവ എന്നൊക്കെ ഉച്ച വരുന്ന ഇട്ട്. യെസ് ഓക്കെ, അത് പൊക്കോളും. ഗസ് എൻ്റെ എത്ര ദിവസത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു ഇത് നേടുന്നതെന്നറിയാമോ ഗസ്? അയ്യോ അയ്യോ അങ്ങോട്ടൊക്കെ നമ്മൾ ഇനിയിപ്പോൾ വീട്ടിലോട്ട് അങ്ങനെ തിരിച്ചു പോകും. ഇവിടെ ഞാൻ മൂടിയെന്നാണ് എൻ്റെ മൂടി ഭാഗ്യം. ഓക്കെ, എന്നോട് സോംബി എന്നെ കൊല്ലണം. എനിക്കൊരു ഒരു കൊല്ലണ്ട. അയ്യോ താഴെ മച്ചാനുണ്ട്. ഇപ്പം ഞാൻ വീട്ടിൽ പോകാനുള്ള പരിപാടി ഒപ്പിട്ടെ. ടോർച്ചും കൂടെ എടുത്തോണ്ട് പോവാം. ഇങ്ങോട്ടേ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം എനിക്ക് അത്ര വലിയ വിശ്വാസം ഇല്ലാത്ത ഭാഗമാണ്.
ഇത് അടച്ചു വെച്ചിട്ട് നേരെ വീട്ടിൽ പോയിട്ട് നമ്മുടെ രണ്ടാമത്തെ ബക്കറ്റ് ലാവ കൊണ്ട് സൂക്ഷിച്ച് വെച്ചേക്കാം. ഈ ഒരു ലാവ കണ്ടുപിടിക്കാൻ എത്ര ദിവസം കഷ്ടപ്പെടുമെന്നറിയോ ഗൈസ്. ഇനി ഇത് ജീവനോടെ വീട്ടിലെത്തുമല്ലോ, ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ നമ്മളായാൽ മതി. ഇനി ഞാൻ ഈ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ആയിട്ടുള്ള എക്സ്പ്ലോറേഷൻ അല്ല, പകരം നമ്മുടെ ഈ സൈഡിൽ ഇത് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്, ലഷ് കേവ്. ഞാൻ ഈ കുറച്ച് ടോർച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളായിട്ട് കണ്ടുപിട്ടാം ഗൈസ്. ഓ ഗൈസ്, ഞാനിപ്പോൾ 37 ടോർച്ചാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. നമ്മുടെ സെക്കൻഡ് ലഷ് കേവ് എക്സ്പ്ലോർ ചെയ്യണം പോണേ. ഇനി അതിനു മുമ്പായിട്ടേ കുറച്ച് ഫുഡും കൂടെ കൈ പിടിച്ചേക്കാം. ഈ ഒരു മരണേ തീരാറായിട്ടുണ്ട്. എത്ര ഫുഡ് ഇടുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് പെട്ടെന്ന് ഹെൽത്ത് പറഞ്ഞ ഫുഡ് വേണം. അതിനായിട്ട് ഇപ്പം എൻ്റെ കയ്യിൽ 2 മട്ടനാണോ എന്ന് തോന്നുന്നു. മട്ടൻ അതിരിപ്പുണ്ട്. അയൺ എനിക്ക് അയൺ ചെയ്യണം കൈസ്. അയൺ ഇല്ലെങ്കിൽ ഇപ്പം എനിക്കിനി ഒന്നും നടക്കില്ല. ഉള്ളതെല്ലാം ഞാൻ അന്ന് ആ ഒരു ദിവസം ചത്തപ്പോഴത്തേക്കും എൻ്റെ കയ്യിലുള്ള നല്ല ലൂട്ടെല്ലാം പോയിട്ടുണ്ട്. പിന്നെ അവിടെ നിങ്ങൾ ഈ ഫാർമിൽ ഈ മറ്റേ വില്ലേജിലൊക്കെ കാണുന്നില്ല ആ പാത്ത്, അത് ഞാൻ അറിയാണ്ട മറ്റേ ഒരു മറ്റേ എന്താണ് ഷവൽ വെച്ച് നല്ല സ്പീഡിൽ എന്തോ ഒരു ഇതിനടിച്ചതാണ്, ഏതോ ഒരു മൂവിന്. അന്നേരത്തേക്കും ഷവലിൻ്റെ ഇത് കൊണ്ടതാണ്. അത് നിങ്ങൾ കാര്യമൊക്കെ ഉണ്ട് ഗൈസ്. ഇപ്പോഴത്തേക്കും നമ്മുടെ ഈ ലഷ് കേവ് ഞാൻ ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലായിരുന്നു ഗൈസ്, കാരണം നമ്മൾ ആ ഒരു ഭാഗത്ത് ഫുൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ പേഴ്സണലായിട്ട് ഈ ഷീൽഡ് മാത്രമേ ഉള്ളൂ. ഷീൽഡ് ഉണ്ടാക്കാനുള്ള അയൺ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്, ഒരു അയൺ. ബ്ലാക്സിൻ്റെ കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയിക്കാനുള്ളൂ. ഈ ഒരു ലഷ് കേവിൽ ഡയമണ്ട് ഉണ്ടെന്നപ്പോൾ പോകണം. ലഷ് കേവിൻ്റെ അടിഭാഗത്തൊക്കെ ഞാൻ പോയി നോക്കി. ഞാൻ ഒരു ഭാഗത്തൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെയാണ് ഇനി ഞാൻ തപ്പാനുള്ളത്. അപ്പോൾ ആ പരിപാടിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊക്കെ കേവാണോ? നോ വേ. ഈ കേവിലൊക്കെ കൂടുതൽ ഡയമണ്ട് സ്പോണായിരുന്നു. ഹോ, അയൺ എന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, അയൺ കിട്ടിയിട്ടുണ്ട്. പറയുന്ന പോലെ മോമ്പ് കടിക്കില്ലെങ്കിൽ, കടിക്കുന്ന വെച്ചാൽ അറ്റാക്ക് ചെയ്തില്ലെങ്കിലേ രക്ഷപ്പെടും. അമ്മരിവിടെ വിടേണ്ടൊക്കെ ഉണ്ട്. കുറച്ചായി മതി പ്ലീസ്. എൻ്റെ പൊന്നോ പൊടി. ഓക്കെ, ഇവിടുത്തെ ഒരു സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയും കടക്കുവാണ് കേട്ടോ ഈ ലഷ് കേവ്. ഈ ലഷ് കേവിൻ്റെ ഏതൊരു ബാക്കി ഭാഗമൊക്കെ തന്നെയാണ് ഈ ഒരു ഭാഗക്കും. പക്ഷെ ഇങ്ങോട്ടൊന്നും ഞാൻ വന്നിട്ടില്ല കേട്ടോ. സ്ലൈമിൻ്റെ അവിടെ നിൽപ്പുണ്ട്. ഞാനിവിടെ ഒരു ടോർച്ച് വെച്ചിട്ട് മോബ്സൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ ശരിയാണ്, റീച്ച് ഇവിടെയൊക്കെ. റീസ്പോൺ സെറ്റ് ബെസ്റ്റ്. റീസ്പോൺ സെറ്റ് ചെയ്തില്ലല്ലോ. അവിടെ കുറച്ച് അയൺ ഇരിപ്പുണ്ട്. ഈ അയണെല്ലാം ഞാൻ ഇത്തവണ വാരി വലിച്ചെടുക്കും, കാരണം എനിക്ക് അതിനാറ് വില എത്രയും പെട്ടെന്ന് വേണം. ഇപ്പം എൻ്റെ കയ്യിൽ ഒട്ടും അയൺ ഇരിപ്പില്ല, അത് വേറെ കാര്യം. കുറച്ച് ഡയമണ്ട് കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊരു എൻചാൻറ്റിങ് ടേബിൾ സ്റ്റേഷൻ ഉണ്ടാക്കായിരുന്നു. അതുപോലെ കുറച്ച് ആൻവിൽ ഉണ്ടാക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് AFK ഫിഷ് ഫാം. അതിൻ്റെ ഒപ്പം തന്നെ നെതർ പോർട്ടലിൻ്റെ പണിയും തുടങ്ങണം. നെതർ പോർട്ടൽ ഒന്നും ആയിട്ടില്ല, അതിനുള്ള ലാഭ കിട്ടിയിട്ടില്ല. റീച്ച് ആവ് പ്ലീസ് മാൻ. സ്നീക്കടല്ലേ?
അടിയിൽ കുറേ അതിഥികളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അങ്ങോട്ട് പോകാനുള്ള സമയം ആയിട്ടില്ല, അതുകൊണ്ട് അങ്ങോട്ട് ഇപ്പോൾ പോകാൻ വേണ്ട ഗൈസ്. ഈ ഉള്ള സ്ഥലം വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഈ സൈഡിലുള്ള ഈ ഒരു കേവിലിപ്പോൾ ഞാൻ തീർന്ന് ഇവിടെ നിന്ന് കയറണമെങ്കിൽ എനിക്ക് ഭയങ്കര പാടായിരിക്കും. പോകുന്ന വഴി ഒരു ടോർച്ച് ഉള്ളതുകൊണ്ടാണ് എൻ്റെ ഒരു ഉള്ളൊരു ധൈര്യം. പക്ഷെ ഇവിടെ നിന്ന് ഡയമണ്ട് കിട്ടാത്ത തന്നെയാണെന്നാണ് എനിക്കൊരു മനസ്സിലാവാത്തത്. ഇവിടെ ഒരു സ്കെലറ്റിനല്ല, സ്കെലറ്റിനെ ഞാൻ കൊന്നായിരുന്നു. സ്കെലറ്റിനെ ഒരുവിധം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത്. അയ്യോ സോംബി. ഇങ്ങോട്ടാണെങ്കിൽ ഞാൻ ചമ്മു ബ്രോക്കായി പിടിക്കും ഞാൻ. എന്നിട്ട് എനിക്കൊരു കവചുണ്ടാക്കി. ഇവിടെയാണ് ഒരു അയൺ എടുക്കണമല്ലോ. ഇവിടെ ഇങ്ങനെ മറച്ചു വെച്ചേക്കാം. അയൺ എടുക്കാനുണ്ട്, നമുക്ക് സൈഡിൽ കൂടെ പോകാം ഗൈസ്. ഓക്കെ, ഈ ഒരു ലാസ്റ്റ് ഗെയിമിന് എനിക്ക് നല്ല ലക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണെന്നറിയാം, പാണ്ട പോയതാണ്. സോംബി എണ്ണുണ്ടോ അവിടെ? ലാസ്റ്റ് ഗെയിമിന് ഞാൻ എങ്ങനെ തിരിച്ചു പോകുന്ന ഓർത്തിട്ടാണ്. കാണാം എനിക്ക് സ്ഥലം. ഓക്കെ, സ്ലൈമുണ്ട് ഇവിടെ. ഞാൻ ഇവിടെ പൊട്ടിച്ച് നോക്കിക്കോളാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ടോർച്ച് വെച്ചിട്ട് ഇങ്ങോട്ട് മൈൻ ചെയ്യാം. ഇവിടെ കുറച്ച് അയൺ ഇരിപ്പുണ്ട് ഗൈസ്. ഇവിടെ ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ ആരും കാണണ്ട. ഇവിടെ ഒറ്റ ബ്ലോക്ക് അയൺ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ വീട്ടിൽ പോകാൻ പറ്റിയ പിന്നെ എൻ്റെ അയ്യോ ഇത് തന്നെ ഇതല്ല. ഈ സ്കെലറ്റിനെ ഒരോട്ടം കൊന്നതാണല്ല. അത് ഇവിടെ അല്ല, അപ്പുറത്താ. എൻ്റെ അടുത്ത് തന്നെ സോംബി ഉണ്ട്. എനിക്കിപ്പോൾ വീട്ടിൽ കൊണ്ട് പോണോ? വീട്ടിലോട്ട് പോകുന്നതായിരിക്കും സേഫ്. പിന്നെ പോവാം. കാർട്ടൂണേ ദൈവമേ, പോകാൻ പറ്റണേ. റെഡി. ഓ ഇവിടെ എവിടെ നിന്നാണ് ഈ സോംബി?
ചത്താലും കുഴപ്പമില്ല ഗൈസ്. വുഡില്ല. 13 അയൺ. ഈ ഒരു ഷീൽഡ് ഉണ്ടാക്കാനുള്ള അയൺ. 3 2 3 2 1 go. പാർക്കോർ കിങ്. പാർക്കോർ എവിടെ? പാർക്കോർ ഞാൻ വിട്ടുകൊടുക്കില്ല. എൻ്റെ ലൂട്ടെല്ലാം പോകാൻ സമ്മതിക്കില്ല. എനിക്ക് പോകണം. ചക്കക്കാണ് ഗൈസ് ഇവിടെ എത്തിയത്. ഞാൻ സുഖമായിട്ട് ഗായ്സ് ഇനി ഞാൻ ഈ അയൺ കൊണ്ട് സ്മെൽറ്റ് ചെയ്യാൻ വെക്കും ഗൈസ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഞാൻ പുതിയതായിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ ഞാൻ നിങ്ങളായിട്ട് പോവാം. അപ്പോൾ ഞാൻ ആദ്യമേ വീട്ടിലെത്തണം. ഈ ആളെ എത്തുമ്പോൾ കുറേ സമയം എടുക്കും. ഗൈസ് നൈറ്റാണ് ഗൈസ്. സോമയുടെ ലൂട്ടൊന്നും നമുക്ക് വേണ്ട. ഇതോടത്തോണ്ട് ഇങ്ങനെ എടുത്ത് വെളുത്തിക്കൊണ്ട് എറിയാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന സ്ഥലം ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. ബോട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമൊക്കെ തന്നെയാണ്. ഈ ഒരു ചെറിയൊരു ഇടയിലായതുകൊണ്ട് നമ്മുടെ ബേസ് അധികം അങ്ങനെ ആരും കാണത്തില്ല. പിന്നെ ഇങ്ങനെ ഒരു ടോർച്ച് വെച്ചേക്കുന്നുണ്ട് എൻ്റെ ബേസ് ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാൻ പറ്റും. ഞാൻ അടച്ച ഡോറ്. ഇവിടെ ഒരു ഡോറ്. ഇത് വേണ്ട. കാരണം ഇവിടെ വീടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക്. ഒരു ഇതുള്ളതുകൊണ്ടാണ് എല്ലാവർക്കും സിമ്പിളായിട്ട് തോന്നുന്നത്. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോയപ്പോൾ കണ്ടാണ്. പാണ്ഡേനെ കുട്ടിക്ക് പാണ്ഡേന്ന് മാറിക്കും ഇങ്ങോട്ട് പോകാനായിട്ട്. ഇത് ഒരു എൻ്റെ ഊനെ പൂച്ചകളൊക്കെ ഗ്രാഫിക്സ് ഉണ്ടല്ലോ. ഇവിടെ എൻ്റെ ബേസ് ഉണ്ടല്ലോ. ഇത് അടുത്ത് നോക്കിക്കോണല്ലോ. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് വേറൊരു സ്ഥലം കൂടെ ഉണ്ട് നമ്മുടെ ബേസിൻ്റെ അതേ ലുക്ക്. ഇത് തന്നെ. ഇവിടെ നല്ല വുഡും കിട്ടും. ഇപ്പോൾ ഒരു ജംഗിളിലായത് കാരണമാണ്. കണ്ട, ഇതാണ് നമ്മുടെ ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ. ഇപ്പം ഞാനിവിടെ വന്നേക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇത് കളക്ട് ചെയ്യാനാണ്. വുഡ്. ഇവിടെ ഇപ്പോൾ ക്രീപ്പർ വന്നാണെങ്കിൽ ക്രീപ്പറിന് സ്പോണാൻ പറ്റത്തില്ല. കാരണം ഇവിടെ പൂച്ചയുണ്ട്. ക്രീപ്പറിൻ്റെ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ പൂച്ചയാണ്. ഓക്കെ, ഞാൻ ഈ ഒരു നല്ലപോലെ ബ്ലാങ്ക്സ് ഒക്കെ ഉണ്ടാക്കണം ഗൈസ്. അവിടെ ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള പോലെ മാഗ്മ ബ്ലോക്കൊക്കെ ഉണ്ട്. എന്നാലും ഇന്ന് ഞാൻ എന്തായാലും എനിക്ക് ഗോളായിട്ടുള്ളത് അവിടെ ലഷ് കേവിനകത്തുനിന്ന് ആ ഒരു ഇതെടുത്തതാണ്. ലാവ. ആ സ്ഥലം വിശ്വസിക്കാൻ കൊള്ളാത്ത സ്ഥലമാണ്. അവിടെ തന്നെ ഞാൻ പിന്നെ 13 അയണൊക്കെ ഒപ്പിച്ച് എടുത്തു ഒരുവിധം. പിന്നെ മഴ പെയ്യാൻ പോണ. അയ്യോ, മഴ പെയ്യാൻ പോവാ ആണെന്ന് തോന്നണം. ഇതിൽ കൂടെ വരുന്നവർക്ക് എന്തായാലും കാണാൻ പറ്റും. ഞാൻ ഈ മാഗ്മ ബ്ലോക്ക് കയറിപ്പോടി. അപ്പോഴത്തേക്ക് നിങ്ങൾ ഇത്രയും കണ്ടില്ലേ. ഞങ്ങൾക്ക് എല്ലാവർക്കും അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ഞാൻ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ബോറാണെങ്കിലും
ആ ഒരു ഇതിലാണ് ഗൈസ് ഞാൻ ടാസ്ക് ഉള്ളത്. അവിടെ പോകാന്ന് പറഞ്ഞാൽ തന്നെ വലിയ ടാസ്കായിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കുറേ താമസിച്ചൊക്കെ ആയിരിക്കും വരുന്നത്, പരീക്ഷയൊക്കെ ആയതുകൊണ്ട്. ഇപ്പോൾ ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡിൽ ഇനി വരത്തുള്ളൂ. നമുക്ക് എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. സോ ഗൈസ് എല്ലാവർക്കും ബൈ.